പ്രീമിയർ ലീഗിലെ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് പ്രീമിയർ ലീഗിലെ ആഴ്സണലിൻ്റെ മത്സരം പോയി തുടങ്ങാം. ആഴ്സണൽ വൂൾഫായിട്ട് എമിറേറ്റ്സിൽ നേരിട്ടു. ആഴ്സണൽ രക്ഷപ്പെട്ടു പോന്നു എന്ന് പറയാൻ രക്ഷപ്പെട്ടു പോന്നു. 2-1 ആഴ്സണൽ ജയിച്ചു. കളിയിൽ അടിച്ച 3 ഗോളും 3 ഗോൾ മൊത്തം അടിച്ചതിൽ 3 ഗോൾ അടിച്ചത് വോൾഫിൻ്റെ താരങ്ങളാണ്. പക്ഷേ ആഴ്സണൽ 2-1 ജയിച്ചു. ആഴ്സണലിൻ്റെ പേരിൽ കുറിക്കപ്പെട്ട 2 ഗോളുകളും സെൽഫ് ഗോളുകളായിരുന്നു. രണ്ടും അടിച്ചത് വൂൾഫിൻ്റെ താരങ്ങളാണ്. പിന്നെ വൂൾഫിന് വേണ്ടി വൂൾഫിൻ്റെ താരം ഒരു ഗോൾ അടിച്ചു. ടോട്ടൽ 3 ഗോൾ അടിച്ചതിൽ 3 അടിച്ചത് വൂൾഫ് താരങ്ങളാണെന്ന് മാത്രം. 2-1 ആഴ്സണൽ ജയിച്ചു. ആഴ്സണലിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. കാരണം 4-1 അതിൻ്റെ കഴിഞ്ഞ തലയാഴ്ച വൂൾഫിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന കളിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 4-1 തകർത്ത് വിട്ടതാണ് വൂൾഫിന്. ആ വൂൾഫാണ് എമിറേറ്റ്സിൽ വന്നിട്ട് എന്ന് പറഞ്ഞാൽ ആഴ്സണലിൻ്റെ തട്ടകത്തിൽ വന്നിട്ട് തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് അവർ 2-1 തോറ്റത്. ഒരു സമയത്ത് 1-1 എന്നുള്ള സമനില പിടിക്കാൻ പോലും വൂൾഫിന് സാധിച്ചു, പക്ഷെ ജയിക്കാൻ കഴിഞ്ഞില്ല. എനിവേ ആഴ്സണൽ ഈ ജയത്തോടു കൂടി ഒന്നാം സ്ഥാനം നിലനിർത്തി 36 പോയിന്റ്. വൂൾഫിനെതിരെ നടന്ന മത്സരത്തിൽ എങ്ങാനും ആഴ്സണൽ സമനില പിടിക്കുകയാണെങ്കിൽ 2 പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും. ഒന്ന്, നാണം കെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൂൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രീമിയർ ലീഗിൽ ഒരിക്കലും ഗതി പിടിക്കാത്തൊരു ടീമാണ്. ഇത്രയും കളി കഴിഞ്ഞു, 16 കളിയോളം കഴിഞ്ഞു. വൂൾഫിന് ആ കൂടി 2 പോയിന്റുകൾ എന്ന് വെച്ചാൽ 2 സമനില, ഒരു ജയം പോലുമില്ല. അങ്ങനെ ഏറ്റവും താഴേക്കടയിൽ കിടക്കുന്ന ടീമാണ് വൂൾഫ്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വൂൾഫിൻ്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് വൂൾഫിന് 4-1 തറപറ്റിച്ച ടീം. ആ ടീം ആഴ്സണലിൻ്റെ ഗണ്ണേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടായ എമിറേറ്റ്സിൽ വന്നിട്ട് സമനില വഴങ്ങുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്സണൽ കളി കഴിയാറാകുമ്പോൾ ഗോൾ അടിക്കുന്നു. 90ാമത്തെ മിനിറ്റിൽ വൂൾഫ് സമനില ഗോൾ അടിക്കുകയാണ്. അങ്ങനെ അവർക്ക് ഒരു പോയിന്റ് കൂടി കിട്ടാവുന്ന ലെവലിൽ ആഴ്സണൽ സമനിലയിൽ പൂട്ടും എന്നുള്ള അവസ്ഥയിൽ നിന്നാണ് ആഴ്സണൽ 2ാമത്തെ ഗോളും കൂടി അടിച്ചത്. ആഴ്സണൽ അടിച്ചതല്ല, വൂൾഫിൻ്റെ കളിക്കാരടിച്ചത് തന്നെയാണ്. എനിവേ അങ്ങനെയാണ് ആഴ്സണൽ ജയിച്ചത്. ഈ കളിയെങ്ങാനും ആഴ്സണൽ സമനില ആവുകയാണെങ്കിൽ അവർക്കിപ്പോൾ നാണക്കേട് ഒന്ന്. 2ാമത്തെ കാര്യം ഒന്നാം സ്ഥാനം നഷ്ടപ്പെടും. ഒന്നാം സ്ഥാനം നഷ്ടപ്പെടില്ല, ചിലപ്പോൾ ഒന്നാം സ്ഥാനം നഷ്ടപ്പെടും. അവർക്ക് 33 പോയിന്റുകളും 34 പോയിന്റ് ആവും. സിറ്റി ഓൾറെഡി ജയിച്ച് 34 പോയിന്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാം സ്ഥാനം ചിലപ്പോൾ ഗോൾ ഡിഫറൻസിൻ്റെ ചിലപ്പോൾ ആനുകൂല്യത്തിൽ ചിലപ്പോൾ ഒന്നാം സ്ഥാനം നിൽക്കുമായിരിക്കും. പക്ഷേ സിറ്റി ആയിട്ട് സെയിം പോയിന്റ് വരും. അതവർക്ക് തിരിച്ചടിയാണ്. അടുത്ത മാസത്തിൽ സിറ്റി നല്ല ഗോളിനൊക്കെ ജയിച്ച് 2-3 കളി നല്ല ഗോളിനൊക്കെ ജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റി ഒന്നാം സ്ഥാനത്തേക്ക് വരും. അപ്പോൾ അവർക്കൊരു വലിയ നഷ്ടം വന്നിരുന്നു, പക്ഷേ തോറ്റില്ല. അത് കാരണം കൊണ്ട് 3 പോയിന്റ് കിട്ടി. അറ്റ്ലീസ്റ്റ് 2 പോയിന്റ് ഡിഫറൻസ് എങ്കിലും ആക്കാൻ പറ്റി ഗണ്ണേഴ്സിന്, ആർട്ടേറ്റ ടീമിന്. ഇനി 2ാം സ്ഥാനക്കാരായ നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് വരാം. മാഞ്ചസ്റ്റർ സിറ്റി 3-0 മാഞ്ചസ്റ്റർ സിറ്റി ക്രിസ്റ്റൽ പാലസിനെ തോപ്പിച്ചു. എവേ മത്സരമായിരുന്നു. ക്രിസ്റ്റൽ പാലസിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഹാളണ്ട് പിന്നെയും ഗോൾ അടിക്കുന്നു. 2 ഗോൾ ഹാളണ്ട് അടിച്ചു, ഒരു പെനാൽറ്റി ഉൾപ്പെടെ. പിന്നെ ഫോർഡിനും ഒരു ഗോൾ അടിച്ചു. അങ്ങനെ കംഫർട്ടബിൾ 3-0 വിക്ടറിയോടുകൂടി മാഞ്ചസ്റ്റർ സിറ്റി 2ാം സ്ഥാനത്ത് പിന്നെയും തുടരുന്നു. പോയിന്റ് 34. അപ്പോൾ 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 2 പോയിന്റ്. നേരത്തെ പോലെ തന്നെ ഇപ്പോഴും തുടരുന്നു. 3ാം സ്ഥാനക്കാർ ആസ്റ്റൺ വില്ല 3-2 വെസ്റ്റ് ഹാമിനെ തോപ്പിച്ചു. വെസ്റ്റ് ഹാമിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ പിന്നെ പോയിട്ട് തിരിച്ചു വന്ന് നമ്മുടെ ആസ്റ്റൺ വില്ല ജയിച്ചു. ഉനായ് എമറിയുടെ ടീം ആസ്റ്റൺ വില്ല ജയിച്ചു. അതിൽ റോജേഴ്സ് 2 ഗോൾ അടിച്ചിട്ട് കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. എനിവേ ആസ്റ്റൺ വില്ലയും ജയിച്ചു. അങ്ങനെ ആസ്റ്റൺ വില്ല 3ാം സ്ഥാനത്ത് വിത്ത് 33 പോയിന്റ്. 2-3 തമ്മിൽ വ്യത്യാസം ആ കൂടിയിട്ട് 1 പോയിന്റ്. അവരും ഞങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ ലെവലിൽ അവർ നിൽക്കുന്നുണ്ട്. 4ാം സ്ഥാനക്കാർ ആരാ? ചെൽസി 2-0 ബ്രെൻഫോർഡിനെ തോപ്പിച്ചു. കോൾ പാമർ ഗോൾ അടിച്ചിട്ടുണ്ട്. കോൾ പാമർ അങ്ങനെ ഗോൾ അടിച്ചുകൊണ്ട് ബ്രെൻഫോർഡിനെതിരെ പിന്നെ ഒരാളും ഗോൾ അടിച്ചിരിക്കും, അവരുടെ പേര് ഓർമ്മയില്ല. എനിവേ കോൾ പാമർ ഗോൾ അടിച്ചിട്ടുണ്ട്. 2-0 ചെൽസി ബ്രെൻഫോർഡിനെ തോപ്പിച്ചിട്ട് 4ാം സ്ഥാനം. നമ്മുടെ ടീം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നാളെ കളിയുണ്ട്. നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ബോൺമത്തിനെതിരെ ഹോം മത്സരം ജയിച്ചാൽ മതിയായിരുന്നു. ജയിക്കുകയാണെങ്കിൽ ഇപ്പോൾ 8ാം സ്ഥാനത്ത് കിടക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 5ാം സ്ഥാനത്തേക്ക് വരും. ചെൽസിയായിട്ട് സെയിം പോയിന്റ് 28 പോയിന്റ്. പക്ഷേ ഗോൾ ഡിഫറൻസിൽ ചെൽസി 4ാമതും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 5ാമതും വരും. തിങ്കളാഴ്ച ബോൺമത്തിനെതിരെ ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ, അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. സാധാരണ ഹോം മത്സരങ്ങളിൽ ഒന്നുകിൽ സമനില അല്ലെങ്കിൽ തോൽക്കാറാണ് പതിവ്. ആ പതിവൊന്ന് തെറ്റിക്കട്ടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. വേറെ മത്സരത്തിൽ ലിവർപൂൾ 2-0 ബ്രൈറ്റനെ തോപ്പിച്ചു. 2 ഗോൾ നേടി എക്കിട്ടിക്കയാണ്. എക്കിട്ടിക്കിനെ അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഇമ്പാക്റ്റ് വലുതാണെന്നുള്ളത് ആർനെ സ്ലോട്ടിന് മനസ്സിലായിട്ടുണ്ട്. ആർനെ സ്ലോട്ട് എക്കിട്ടിക്കിന് ഫസ്റ്റ് ആദ്യം മുതൽ ഇറക്കി തുടങ്ങി എക്കിട്ടിക്ക് ഫസ്റ്റ് തന്നെ ഗോൾ അടിച്ചിട്ട് സെറ്റാക്കുന്നുണ്ട്. 2 ഗോൾ എക്കിട്ടിക്കാണ് അടിച്ചത്.
6ാം സ്ലോട്ടിന് ഒന്നും കൂടി സാവധാനത്തിൽ ശ്വാസം എടുക്കാനുള്ള ഒരു അവസരം കൂടി ലിവർപൂൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ലിവർപൂളിൻ്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ 2-0 ബ്രൈറ്റനെതിരെ ലിവർപൂൾ ജയിച്ചു. 6ാം സ്ലോട്ടിൻ്റെ സമാധാനം. ഇതേ സമാധാനം അനുഭവിക്കുന്ന ഒരു മാനേജർ കൂടി ഉണ്ട്, അത് സാബി അലോൺസോ ആണ്. അങ്ങ് സ്പെയിനിൽ റയൽ മാഡ്രിഡ് ഇന്നത്തെ കളിയിൽ 2-1 ജയിച്ചിട്ടുണ്ട്. അത് കാരണം കൊണ്ട് കുറച്ച് നാളും കൂടി സമാധാനത്തിൽ ശ്വാസം വലിക്കാനുള്ളൊരു അവസരം സാബിക്കും കിട്ടിയിട്ടുണ്ട്. 6ാം സ്ലോട്ടിൻ്റെ അതേ അവസ്ഥ. എനിവേ ലിവർപൂൾ 2-0 ബ്രൈറ്റനെ തോൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ സണ്ടർലൻഡ് 1-0 ന്യൂകാസിലിനെ തോൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ 3-0 ടോട്ടൻഹാമിനെ സ്പേഴ്സിനെ തോൽപ്പിച്ചത്. അപ്പം അങ്ങനെയൊക്കെയാണ് റിസൾട്ടുകളുടെ ഇത്. അപ്പോൾ 1ാം സ്ഥാനത്ത് ടേബിൾ നോക്കുകയാണെങ്കിൽ 1ാം സ്ഥാനത്ത് ആഴ്സണൽ 36 പോയിന്റ്, 2ാം സ്ഥാനത്ത് സിറ്റി 34 പോയിന്റ്, 3ാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ല 33 പോയിന്റ്, 4ാം സ്ഥാനത്ത് 28 പോയിന്റോടുകൂടി ചെൽസി. അപ്പം അങ്ങനെയൊക്കെയാണ് പോയിന്റ് ടേബിൾ എടുക്കുന്നത്. ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സപ്പോർട്ട് ചെയ്യുന്നു. തിങ്കളാഴ്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ബോൺമൗത്ത് മത്സരമുണ്ട്. അതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിച്ചു കഴിഞ്ഞാൽ ഹോം മത്സരമാണ്. ജയിച്ചു കഴിഞ്ഞാൽ നേരെ 5ാം സ്ഥാനത്ത് വരും ചെൽസി ആയിട്ട് ഒരേ പോയിന്റ്, പക്ഷേ ഗോൾ വ്യത്യാസത്തിൽ യുണൈറ്റഡ് 5ാം സ്ഥാനത്താവും. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിച്ചിട്ട് കാണാം.